ആനുകാലിക ചോദ്യങ്ങൾ. 2023 ഫെബ്രുവരിയിലെ പാർലമെൻറ്റ് സമ്മേളനത്തിനെത്തിയ പ്രധാനമന്ത്രി ധരിച്ചിരുന്ന PET പ്ലാസ്റ്റിക് കുപ്പികൾ പുനഃചംക്രമണം ചെയ്തു നിർമ്മിച്ച പരിസ്ഥിതി സൗഹൃദ ജാക്കറ്റിൻ്റെ പേരെന്താണ്? സദ്രി എന്നാണ്. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചതിൻ്റെ നിർമ്മാണാർത്ഥം കേണൽ പെന്നിക്വിക്കിൻ്റെ പ്രതിമ ബ്രിട്ടനിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമേത്? തമിഴ്നാട്. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ആയി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച ദിവസം ജനുവരി 16 സ്റ്റാർട്ടപ്പ് ദിനം ജനുവരി 16. വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച സ്വയം നിയന്ത്രിത ട്രെയിൻ സുരക്ഷാ സംവിധാനം എന്ന് പറയുന്നതാണ് കവച് ആണ്. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ കീഴിലുള്ള ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ് മൈസൂറിൽ സ്ഥാപിച്ച മഷി നിർമ്മാണ യൂണിറ്റിന് നൽകിയ പേര് വർണിക എന്നാണ്. മഷി നിർമ്മാണ യൂണിറ്റിൻ്റെ പേരാണ് വർണിക. സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ലയാണ് തൃശ്ശൂർ. ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ല തൃശ്ശൂരാണ്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കുന്നതിനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് കൂട്ട്. മൊബൈലിൽ നിന്നുള്ള മോചനം കുട്ടികളുടെ മോചനമാണ് കൂട്ട്. കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ സ്വമേധയാ സ്ഥാനമൊഴിഞ്ഞ രണ്ടാമത്തെ മാർപ്പാപ്പയാണ് ബെനഡിക്റ്റ് 16. സാഹസിക സമുദ്ര പര്യടനമായ ഗോൾഡൻ ഗ്ലോബ് റേസിൽ 2ാം സ്ഥാനം നേടിയ മലയാളി കമാൻഡർ അഭിലാഷ് ടോമി. ഏത് രാജ്യത്തിൻ്റെ പുതിയ തലസ്ഥാനമാണ്? നുസാന്തര ഇന്തോനേഷ്യയുടേതാണ്. കേരളത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ 25 വർഷം പൂർത്തിയാക്കിയ കേരളത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീശക്തീകരണ മിഷനാണ് കുടുംബശ്രീ മിഷൻ. കേരളത്തിലെ ഏത് പ്രമുഖ വ്യക്തിയുടെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം? ശ്രീകുമാരൻ തമ്പി. സംസ്ഥാനത്ത് ആദ്യത്തെ ശിശു സൗഹാർദ്ദ പോക്സോ കോടതികൾ ആരംഭിക്കുന്നത് കൊച്ചിയിലാണ്. രാജ്യത്തിൻ്റെ ആദ്യത്തെ വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്തത് കൊച്ചിയിലാണ്. ചുമട്ടുതൊഴിലാളി മേഖലയിൽ നവീകരണത്തിനായിട്ട് ഒരു സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നവശക്തി പദ്ധതിയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായിട്ട് മലയാളം മിഷൻ ആരംഭിച്ച ഒരു പദ്ധതി എന്ന് പറയുന്നതാണ് അനന്യ മലയാളം. കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചതാണ് PT ഉഷ. കേരള സംസ്ഥാന ലോട്ടറി വകുപ്പിൻ്റെ പുതിയ ഔദ്യോഗിക ചിഹ്നമാണ് പുൽച്ചാടി. ലോകബാങ്ക് പുറത്തിറക്കിയ ആദ്യത്തെ വന്യജീവി ബോണ്ട് ഏത് ജീവിയുടെ വംശനാശ ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു? ആഫ്രിക്കൻ ബ്ലാക്ക് റൈനോ. സുഡാനിലെ ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. 2023 ഏഷ്യൻ ജൂനിയർ ഹോക്കി കിരീടം നേടിയ രാജ്യമാണ് ഇന്ത്യ. 2023 അണ്ടർ-20 ലോകകപ്പ് ഫുട്ബോൾ യുറുഗ്വേ. 2024 ഒളിമ്പിക് ഗെയിംസിന് വേദിയാവുന്നത് പാരീസ്. 2023 ഭൂകമ്പം ബാധിച്ച തുർക്കി, സിറിയ എന്നീ രാജ്യങ്ങൾ ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ദോസ്തി. ഭൂമിയുടെ ഡിജിറ്റൽ സർവേ നടന്നിടങ്ങളിൽ ഭൂമിയുടെ വിവരങ്ങൾ ഭൂവുടമകൾക്ക് വേഗത്തിൽ പരിശോധിക്കാൻ കഴിയും വിധം ആരംഭിക്കുന്ന ഒരു പോർട്ടലാണ് എൻ്റെ ഭൂമി. കേരളത്തിലെ 4ാമത്തെയും സംസ്ഥാന രൂപവൽക്കരണത്തിന് ശേഷം സർക്കാർ നിർമ്മിച്ച ആദ്യത്തേതുമായിട്ടുള്ളൊരു സെൻട്രൽ ജയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ തവനൂരിലാണ്.